വാട്ട് നോൺസെൻസ്. ഏത് പെണ്ണിന്റെ ചേട്ടൻ? സാർ 2-3 ദിവസം മുൻപ് വന്നില്ലേ, അവളുടെ ചേട്ടൻ സാർ. എന്നിട്ട് ചോദ്യം ചെയ്യാനും കുഴപ്പമുണ്ടാക്കാനും അവൻ തനിയെ വന്നിരിക്കുന്നു. ഫൂൾ. നീ എന്തു പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല, ഉടനെ ചെയ്യേണ്ടത് ചെയ്തു. പതിവ് പോലെ ചെയ്തിട്ടുണ്ട് സാർ. സാർ വേണമെങ്കിൽ അവളെ ഇന്നും കൊണ്ടുവരാം. വേണ്ട, എനിക്കിപ്പോൾ വേണ്ടത് അവിടെ ഒന്നുമല്ല. മിസ്റ്റർ രാഘവൻ, ഇന്ന് വൈകുന്നേരം ബിസിനസ് സംബന്ധമായ ഒരു മീറ്റിംഗ് ഉണ്ട്. നമുക്ക് ഒരുമിച്ച് വീട്ടിലേക്ക് പോകാം. യെസ് സാർ. വേറൊന്നുമില്ലല്ലോ? ഇല്ല. ഓക്കെ സാർ. വരാമെന്ന് പറഞ്ഞവരെ ഒന്നും കണ്ടില്ലല്ലോ സാർ. ബിസിനസ്സുകാർ എപ്പോഴും അങ്ങനെയാണ്, പറയുന്ന സമയത്തൊന്നും വരില്ല. Come on, we will start. ഇത് ഞാൻ കഴിക്കില്ല സാർ. മിസ്റ്റർ രാഘവൻ, ബിസിനസ്സിന് ഇത് അത്യാവശ്യമാണ്. പിടിക്കും. അല്പം കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്. നല്ല വിശപ്പുണ്ടാവും, ഉറക്കവും കിട്ടും. ക്ഷമിക്കണം സാർ, ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഇതൊന്നും കഴിക്കാൻ ഞാൻ അതിലൊരു സ്മാലേ ഒഴിച്ചിട്ടുള്ളൂ. മരുന്നിനെ വിചാരിച്ച് കഴിച്ചാൽ മതി. കമാ കഴിക്കൂ. വെരി ഗുഡ്, വെരി ഗുഡ്. മോൻ ഉറങ്ങിയോ? സുശീല ഊണ് കഴിച്ചില്ലേ? എന്താ ഒരു മണം? മണമോ? അത് ഞാനൊരു മരുന്ന് കഴിച്ചു. മരുന്നോ? എന്ത് മരുന്ന്? ഈ ഉറക്കം കിട്ടാനുള്ള മരുന്ന്. നിങ്ങൾ കുടിച്ചു അല്ലേ? ഞാൻ പറയുന്നത് കേക്ക്. ശേഖർ സാറ്. അതെ, ശേഖർ സാർ നിങ്ങളെ കുടിപ്പിച്ചു. വെറുതെ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തരുത്. അദ്ദേഹത്തെ മുഷിപ്പിക്കരുതെന്ന് കരുതി ഞാനാണ് ഈ തെറ്റ് ചെയ്തത്. ആ സ്നേഹത്തിന്റെ മുമ്പ് ഞാൻ തോറ്റുപോയി. ഇവിടെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ, നിങ്ങൾക്ക് എന്തും ചെയ്യാമല്ലോ. അയ്യോ സുശീലേ, ഇനി ഒരിക്കലും ഞാൻ ഈ തെറ്റ് ആവർത്തിക്കില്ല. ഞാൻ സത്യം ചെയ്യാം. വേണ്ട, എന്നെ തൊടണ്ട. നിനക്കൊന്ന് ക്ഷമിച്ചാൽ എന്താ? ആദ്യമായി ഒരു തെറ്റ് പറ്റിപ്പോയതാണ്. മേലാൽ ഞാൻ ആവർത്തിക്കുകയില്ലെന്നും പറഞ്ഞു. പിന്നെ ഞാൻ നിന്റെ കാല് പിടിക്കണം. പോട്ടെ, കരയണ്ട. പോയി ചോറുളമ്പ്. അല്ല, ശേഖരനോ? ശേഖരൻ ഇന്നലെ എസ്റ്റേറ്റിൽ നിന്ന് വരുമെന്ന് വിചാരിച്ച് ഞാൻ കാത്തിരുന്നു. അത്യാവശ്യമായി ഇൻകം ടാക്സ് ഓഫീസ് വരെ ഒന്ന് പോകേണ്ടി വന്നു. ചില കണക്കുകൾ ശരിയാക്കാനായി നാളെയും അവിടം വരെ പോകേണ്ടി വരും. അമ്മായി, ഈ വർഷം നമുക്ക് കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരട്ടി ലാഭം കിട്ടിയിട്ടുണ്ട്. വളരെ സന്തോഷം. എല്ലാം ശേഖരൻ കുട്ടിയുടെ സാമർഥ്യം കൊണ്ടാണ്. ഇരിക്കൂ. താങ്ക് യു. സാറിന്റെ കഠിനാധ്വാനം കൊണ്ട് മാത്രം ഊണുണ്ടോ, ഉറക്കമുണ്ടോ? സോ എല്ലാം ശേഖരൻ കുട്ടിയുടെ ചുമതലയിലല്ലേ എന്ന് കരുതി ശരീരം നോക്കാതെ ജോലി ചെയ്യരുത്. ഒരു വിവാഹം കഴിച്ചുകൂടെ എന്ന് ചോദിക്കുമ്പോഴെല്ലാം അത് ഇവിടെ വന്ന് ചോദിക്കണമെന്നാ സാറ് പറയുന്നത്. ഞാനും അക്കാര്യത്തെ കുറിച്ച് ആലോചിക്കാതില്ല. രതി വരട്ടെ, അവള് പഠിച്ചത് മതി. രതി വന്നാലുടനെ നിന്നെ കൊണ്ട് അവളെ വിവാഹം കഴിപ്പിക്കാം. ശേഖരൻകുട്ടിക്ക് വിരോധമില്ലെങ്കിൽ. അതെ അതെ, രതിക്കുഞ്ഞിനെ സാറിനെ കൊണ്ട് തന്നെ വിവാഹം കഴിപ്പിക്കണം.
Come on, hero. Give me. Give me. സതീഷ്, എപ്പോ നോക്കിയാലും നിനക്ക് കളി തന്നെ. പഠിക്കാനൊന്നുമില്ലേ? അതിനെ സ്കൂളിൽ ചേർത്തില്ലല്ലോ. എന്താ അവിടെ ബഹളം? ഓ, നിങ്ങളുടെ മകനെ കൊണ്ട് ഞാൻ തോറ്റു. എപ്പോ നോക്കിയാലും കളി തന്നെ. എടാ, നിനക്ക് ആ പഴയ പുസ്തകങ്ങൾ എടുത്തു വെച്ച് പഠിച്ചൂടെ? അതെല്ലാം ഞാൻ പഠിച്ചു കഴിഞ്ഞല്ലോ. ആഹാ, എന്നാ ഞാൻ ചോദിക്കുന്നതിന് ശരിയായ ഉത്തരം പറയാമോ? പറയാം. ഞാനും പറയാം. നമസ്കാരം സാർ. സതീഷിന്റെ അച്ഛൻ ഇവിടെ ഇല്ലല്ലോ. ഓഫീസിൽ വന്നില്ലേ? ഞാൻ വന്നത് സതീഷിന്റെ അമ്മയെ കാണാനാണ്. സതീഷിന്റെ സ്കൂൾ അഡ്മിഷൻ കാര്യം ശരിയായെന്ന് പറയാൻ വന്നതാ. അത് അദ്ദേഹത്തോട് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. ഞാൻ ബാങ്കിൽ നിന്ന് വരുന്ന വഴിയാണ്. ഇവിടെ എത്തിയപ്പോ ഇങ്ങോട്ടൊന്ന് കയറണമെന്ന് തോന്നി. ഒരു മോഹം. പണം ആവശ്യമുണ്ടെങ്കിൽ തരാം. എത്ര വേണമെങ്കിലും തരാം. എത്ര വേണമെന്ന് ഞാൻ അദ്ദേഹത്തോടും ചോദിക്കട്ടെ? ആരോട്? എന്റെ ഭർത്താവിനോട്. എത്രയായാലും സംഖ്യ ഒരു പ്രശ്നമല്ലെന്ന് സാർ പറഞ്ഞെന്ന് ഞാൻ അദ്ദേഹത്തോട് പറയാം. അത് വേണ്ട. രാഘവൻ ഇത് അറിയണ്ട. അറിഞ്ഞാൽ ഒന്നും വേണ്ടെന്ന് പറയും. സുശീലക്ക് വേണമെങ്കിൽ. മോനെ, ഇങ്ങ് വാ. ഞാൻ പിന്നെ വരാം. കാർ ലോക്ക് ചെയ്തിട്ടില്ല. ചെയ്യോ? ഞാൻ ഇന്ന് ബാങ്കിൽ പോയി വരുന്ന വഴി മിസ്റ്റർ രാഘവന്റെ വീട്ടിലൊന്ന് കയറി. മകന്റെ സ്കൂൾ അഡ്മിഷൻ കാര്യം ശരിയായെന്ന് ആദ്യം തന്നെ മിസ്സസിനോട് പറഞ്ഞേക്കാമെന്ന് വെച്ചാണ് അങ്ങോട്ട് കയറിയത്. പക്ഷേ മിസ്സസ് രാഘവൻ എന്നെ ഒന്ന് അകത്ത് കടന്നിരിക്കാൻ പോലും പറഞ്ഞില്ല. ഒരു അന്യനെ പോലെയാണ് എന്നോട് പെരുമാറിയത്. സാറേ, അവളൊരു നാട്ടുംപുറത്തുകാരി പെണ്ണ. അവക്ക് ഈ ഫോർമാലിറ്റീസ് ഒന്നും അറിഞ്ഞൂടാ. അവക്ക് വേണ്ടി ഞാൻ സാറിനോട് മാപ്പ് ചോദിക്കുന്നു. രാഘവൻ വിഷമിക്കരുത്. ഞാൻ അതൊന്നും അത്ര സീരിയസ് ആയി എടുത്തിട്ടില്ല. എനിക്ക് വീട്ടിൽ പോവാൻ സമയമായി. പോകാം. ഞാൻ പോകുന്നു. രാഘവൻ, അത്രക്കൊന്നുമില്ല. കുറച്ചുകൂടി. കമാൻ കമാൻ. മെല്ലെ മെല്ലെ. എന്താ ഇത്? പരിഭ്രമിക്കാനൊന്നുമില്ല. കുറച്ച് ജാസ്തിയായി പോയി. ഈ സാധു മനുഷ്യനെ എന്തിനെ നശിപ്പിക്കുന്നു സാർ? കുടിക്കാൻ തുടങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞത്, രാഘവൻ ഇങ്ങനെ കുടിക്കരുത്. നിങ്ങളുടെ ഭാര്യയ്ക്ക് ഇത് സഹിക്കാനാവില്ല. ആര് കേൾക്കാൻ? അവളാരാ എന്നെ നിയന്ത്രിക്കാൻ എന്ന് പറഞ്ഞല്ലേ കുടിച്ചത്. കുറച്ച് വെള്ളം തലയിലൊഴിച്ചാൽ വേഗത്തിൽ സോബറാകും. ഒന്ന് കുളിപ്പിക്കാൻ ഏറ്റവും നല്ലത്. മെല്ലെ മെല്ലെ. അയ്യോ, ഞാൻ പിടിക്കാം.
കുളിപ്പിച്ചോളാം. ഭയപ്പെടേണ്ട, ഒരു രഹസ്യം സംസാരിക്കാൻ വന്നതാണ്. എനിക്കൊരു രഹസ്യം കേൾക്കണ്ട. നിങ്ങൾ പുറത്തു പോണം, ഇവിടെ നിൽക്കണ്ട. സുശീലേ, ഇനി എന്നെ കൊണ്ട് സഹിക്കാനാവില്ല. സുശീലേ, സുശീലേ, അങ്ങനെ പറയണ്ട. സുശീലേ, സുശീലേ, പോകണ്ട. സുശീലേ, അച്ഛ എണീക്കച്ച, അവിടെ നോക്കൂ. അച്ഛ എണീക്കച്ച, അച്ഛ അച്ഛ എന്നെ വിടാൻ. അയ്യോ